ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ക്ലാസ് 3 CBSE സ്റ്റുഡൻസിൻ്റെ EVS ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ 3rd പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി ഫസ്റ്റ് പാർട്ട് കൂടി കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലാഫിങ് ടുഗെദർ എന്നാണ് ഇതിൻ്റെ ഹെഡിങ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. മൈ ദാദാജി ഗ്രാൻഡ് ഫാദർ, ദാദാജി എന്ന് പറയുമ്പോൾ ആരാ? ഗ്രാൻഡ് ഫാദർ has taught Bangu and me games that he used to play with his friends when he was our age. എന്തോ അവിടെ പറയുന്നത്? മൈ ദാദാജി, എൻ്റെ ഗ്രാൻഡ് ഫാദർ, ഹാസ് തോട്ട്, നമ്മളെന്ത് ചെയ്തു? പഠിപ്പിച്ചു, പറഞ്ഞു തന്നു. ബംഗു ആൻഡ് മീ, ബംഗുവും ആരടുത്തും? ബംഗുവിൻ്റെ അടുത്തും ബേലയുടെ ആരാണ് പറഞ്ഞത്? ബംഗുവിനോടും ഈ കുട്ടിയോട്, ആരാണ് ഈ പെൺകുട്ടി? ബേലയോടും ആര് പറഞ്ഞു? ദാദാജി, അവരുടെ ഗ്രാൻഡ് ഫാദർ അവരെ ഗെയിംസ് പറഞ്ഞു കൊടുത്തു. എന്ത് പഠിപ്പിച്ചു? ഗെയിംസ് പഠിപ്പിച്ചു. അതെന്തൊരു ഗെയിംസ് ആയിരുന്നു? അവരുടെ ഗ്രാൻഡ് ഫാദർ കൊച്ചായിരുന്നപ്പോൾ, എവരുടെ പ്രായത്തിലായിരുന്നപ്പോൾ കളിച്ചിരുന്ന കളികൾ. അത് ആരോടെ കൂടെയാണ് കളിച്ചിരുന്നത്? ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചിരുന്ന കളികൾ ഇവരെ പഠിപ്പിച്ചു. മൈ ദാദാജി ഹാസ് തോട്ട് ബംഗു ആൻഡ് മീ ഗെയിംസ് ദാറ്റ് ഹി യൂസ് ടു പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ് വെൻ ഹി വാസ് അവർ ഏജ്. നമ്മളെ ഏജ് ആയിരുന്ന സമയത്ത് ദാദാജി ഗ്രാൻഡ് ഫാദർ കളിച്ചിരുന്ന കളി, ആരുടെ കൂടെ? ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചിരുന്ന കളി ആണ് ആരെ പഠിപ്പിക്കുന്നത്? ബംഗുവിനെയും ബേലേനെയും. ഹീ ജോയിൻസ് അസ് ഇൻ സം ഓഫ് അവർ ഗെയിംസ് ടു. അവൻ ആര് പറയുന്നത്? ഇപ്പോൾ ഇവിടെ ആരാ പറയുന്നത്? കുട്ടികൾ പറയാണ്. ബംഗു എന്ന് പറയുന്ന കുട്ടിയാണ് ഈ ബംഗുവിൻ്റെ അടുത്തും ബേലയുടെ അടുത്തും പറയുകയാണ്. ഗ്രാൻഡ് ഫാദർ കളിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പം ബേല എന്ത് പറയാണ്? ബേല പറയുകയാണ് അവരുടെ ദാദാജിയും അവരെ കൂടെ ചേർന്നു. എന്ത് ചെയ്യാൻ? ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് അവരെ കൂടെ ചേർന്നു, അവരെ കൂടെ ഗെയിം കളിച്ചു. ഷിറു ജോയിൻസ് അസ് ആൻഡ് റൺസ് അറൗണ്ട് ബാർക്കിംഗ് ആൻഡ് വാഗിങ് ഹിസ് ടെയിൽ വിത്ത് ജോയ്. ഷിറു ആരാണ്? ഈ പട്ടിക്കുട്ടീനെയാണ്, ഈ പട്ടീനെയാണ്, ഡോഗിനെയാണ് ഷിറു എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കൂടെയുള്ള ഒരു കൂട്ടാളിനെ പോലെയാണ് ഈ ഡോഗിനെയും കൊണ്ടുവെക്കുന്നത്, ഷിറു. അപ്പോൾ ഷിറുവും എന്ത് ചെയ്തു? അവരുടെ കൂടെ ജോയിൻ ചെയ്തു. എങ്ങനെയാണ് ആ ജോയിൻ ചെയ്ത സന്തോഷം എങ്ങനെയാണ് ഷിറു അവരെ കാണിച്ചു കൊടുത്തത്? അവരെ എന്താണ് ചുറ്റും റൺ ചെയ്തുകൊണ്ടിരുന്നു. റൺ അറൗണ്ട് ബാർക്കിംഗ് ആൻഡ് വാഗിങ്. ബാർക്കിങ് ചെയ്തുകൊണ്ട്, കുരച്ചുകൊണ്ട്, ബാഗിങ് എന്നുണ്ടെങ്കിൽ വാലാട്ടിക്കൊണ്ട്, എന്തുകൊണ്ട്? സന്തോഷം പ്രകടിപ്പിക്കുകയാണ് അവിടെ. ഷിറു ഹാസ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ അവർ ഹോം. ഷിറു ഹാസ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ അവർ ഹോം. ഷിറുവിന് നമ്മളെ വീട്ടിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്, ഒരു സ്ഥലമുണ്ട്. ഹീ ഈസ് എ മെമ്പർ ഓഫ് അവർ ഫാമിലി. അവരെന്താണ്? നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണ്. അവർ ഫ്രണ്ട്സ് ലവ് ടു പ്ലേ വിത്ത് ഹിം ടു. നമ്മുടെ ഫ്രണ്ട്സിനും അവൻ്റെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആരോട് കളിക്കാൻ? ഈ ബംഗുവിനും ബെലയ്ക്കും ഫ്രണ്ട്സിനും ഷിറുവിനോട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ബംഗു ആൻഡ് ബെല നെവർ ഹേർട്ട് ഷിറു. ബംഗുവും ബെല്ലയും എന്ത് ചെയ്തിട്ടില്ല? ഷിറുവിനെ ഇതുവരെ വേദനിപ്പിച്ചിട്ടില്ല. ബംഗുവും ബെലയും ഇതുവരെ ഷിറുവിനെ വേദനിപ്പിച്ചിട്ടില്ല. ദേ ഷെയർ ദെയർ ഫുഡ് വിത്ത് ഷിറു. അവരെന്ത് ചെയ്യുമായിരുന്നു? അവരെ ഫുഡ് ഷെയർ ചെയ്യുമായിരുന്നു. ആരുടെ കൂടെ? ഷിറുവിൻ്റെ കൂടെ. അപ്പോൾ ക്വസ്റ്റ്യനാണ്, ഡു യു നോ വാട്ട് ഗെയിംസ് യുവർ ഗ്രാൻഡ് പാരൻസ് യൂസ് ടു പ്ലേ വെൻ ദേ ആർ യങ്? ഇത് ഹോംവർക്കാണ്, നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനോട് ചോദിക്കണം അവർ കൊച്ചായിരുന്നപ്പോൾ അവർ കളിക്കുന്ന ഗെയിം എന്തായിരുന്നു എന്ന്. അത് കണ്ടുപിടിച്ച് എഴുതണം, അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഫാമിലീസ്. എന്ത് ഡിഫറെൻറ്റ് ഫാമിലീസിനെ പറയുന്നത്? ഫാമിലീസ് ആർ ബിഗ്, ഫാമിലീസ് ആർ സ്മോൾ, ഫാമിലീസ് ആർ ഡിഫറെൻറ്റ് ആൻഡ് വി ലവ് ദെം ഓൾ. ഫാമിലി എന്താണ്? ഫാമിലി വലുതാണ്, ചെറുതാണ്, ഡിഫറെൻ്റ് ആണ്. നമുക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. ദെയർ ആർ പാരൻസ് ഇൻ ദ ഫാമിലി. ഫാമിലിയിൽ എന്തുണ്ട്? പാരൻസ് ഉണ്ട്. ആൻഡ് ചിൽഡ്രൻസ് ടു. ചിൽഡ്രൻസും ഉണ്ട്. ആരാണ്? കുട്ടികളും ഉണ്ട്. ചിൽഡ്രൻസ് ഉണ്ടെങ്കിലല്ലേ പാരൻസ് ഉള്ളൂ. പാരൻസ് ഉണ്ടെങ്കിൽ ചിൽഡ്രൻസ് ഉണ്ട്, പാരൻസ് ഉണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഗ്രാൻഡ് പാരൻസ്. ഓഫ് കോഴ്സ് ഉറപ്പായിട്ടും ഗ്രാൻഡ് പാരൻസും ഉണ്ട്. ആൻഡ് അതേഴ്സ് ടു. യു ക്യാൻ ടെൽ ഹൂ? ക്യാൻ യു ടെൽ ഹൂ? ആരാണെന്ന് പറയാൻ പറ്റുമോ?
അതാണ് ദ പാരൻസ് കൊണ്ട് ആരൊക്കെയുണ്ട് ഫാമിലിയിൽ? ദെയർ ആർ പാരൻസ് ഇൻ എ ഫാമിലി, ചിൽഡ്രൻസ് ഇൻ എ ഫാമിലി, ഗ്രാൻഡ് പാരൻസ് ആൻഡ് അതേഴ്സ് ടു. ആരൊക്കെ ആയിരിക്കും ആ അതേഴ്സ് എന്ന് പറയുന്നത്? ആരായിരിക്കും? അങ്കിള്, ആൻറ്റി, അവരൊക്കെ ആയിരിക്കും. ഫാമിലീസ് ആർ പീപ്പിൾ ഹൂ കെയർസ് അബൌട്ട് യു. മൈ ഫാമിലി ഈസ് സ്പെഷ്യൽ ആൻഡ് യുവർ ഇസ് ടു. ഫാമിലീസ് ആർ പീപ്പിൾ എന്ന് പറയുമ്പോൾ ഫാമിലി മനുഷ്യരാണ് ഫാമിലിയാണ്. ഹൂ കെയർസ് അബൌട്ട് ഫാമിലി എന്ന് പറയുമ്പോൾ മനുഷ്യർ, നമ്മളെപ്പറ്റി ചിന്തിക്കുന്ന, നമ്മളെ കെയർ ചെയ്യുന്ന മനുഷ്യരാണ് ഫാമിലീസ്. മൈ ഫാമിലി ഈസ് സ്പെഷ്യൽ ആൻഡ് യുവേഴ്സ് ഇസ് ടു. എൻ്റെ ഫാമിലി സ്പെഷ്യലാണ് ആൻഡ് നിങ്ങളുടേതും ആണ്. എൻ്റെ ഫാമിലി ഭയങ്കര എനിക്ക് പ്രത്യേകതയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ബാലൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ. താങ്ക് യു.